ഹലോ, നമുക്കൊരു ബട്ടർഫ്ലൈ വാൾ ഡെക്കോർ ചെയ്ത് നോക്കിയാലോ? വളരെ സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ 4 കാർഡ്ബോർഡ് പീസ്, ഇതിൻ്റെ ലെങ്ത് ഒന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അതുപോലെ ഈ ഒരു അളവിന് മെഷർമെൻ്റ് എടുത്ത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതൊന്ന് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഷീറ്റ് വേണം. ഗ്ലാസ് ഷീറ്റ് നമ്മൾ പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഷീറ്റാണ്. 4 രൂപ എന്തോ ഉള്ളൂ, സ്റ്റേഷനറി ഷോപ്പിൽ പോയാൽ കിട്ടും. നമുക്ക് അത് വേണം. അതിൻ്റെ പുറത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റാക്കാൻ വെക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബട്ടർഫ്ലൈസിന് ഉണ്ടാക്കാം. ബട്ടർഫ്ലൈ വാൾ ഡെക്കോറാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്ത് ബട്ടർഫ്ലൈസിന് ഔട്ട്ലൈൻ കൊടുത്ത് വരയ്ക്കാം. അത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബ്രഷ് പെൻസൊക്കെ യൂസ് ചെയ്തൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അത് ഞാനിവിടെ ബ്രഷ് പെൻസാണ് യൂസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻസൊക്കെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കാം. അതിനൊരു ജെൽ പെന്ന് യൂസ് ചെയ്യാം. ഇതുപോലത്തെ ഒരു ജെൽ പെന്ന് യൂസ് ചെയ്ത് അതൊക്കെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഉള്ളിലുള്ള വരകൾ ഇങ്ങനെ ഡെക്കറേഷൻ മാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നല്ലപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്യുക, ഒന്ന് ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് ബട്ടർഫ്ലൈനെ വരച്ചെടുക്കാനുള്ള പരിപാടി. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് വാട്ടർ പ്രൂഫ് ചെയ്യണം. ഒന്ന് കാണുമ്പോൾ ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാം. അതിന് നമ്മുടെ നോർമൽ ടാപ്പ് ഒന്ന് യൂസ് ചെയ്ത്, വൈറ്റ് ടാപ്പ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പ് യൂസ് ചെയ്ത് അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സർഫേസിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ പുറത്ത് ടാപ്പ്, 2 സൈഡിലും ടാപ്പ് ഒട്ടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. അതാവും ഒന്നും കൂടെ സിമ്പിൾ. അല്ലെങ്കിൽ ടാപ്പ് ഇങ്ങനെ കത്രികയുടെ മേലെ ഒട്ടിയിട്ട് ഒരുമാതിരി ഭയങ്കര പണിയാവും. മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത പരിപാടി, കുറച്ച് കോഡ്സൊക്കെ വേണമല്ലോ. നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെയൊക്കെ മേലൊട്ടിച്ച് വയ്ക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് കോഡ്സൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് നിങ്ങൾ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എഴുതി ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് അതേ ആകൃതിയിൽ അല്ലെങ്കിൽ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ നേരത്തെ നമ്മൾ ബട്ടർഫ്ലൈനെ എങ്ങനെയാണോ വാട്ടർ പ്രൂഫ് ചെയ്തെടുത്ത് അതുപോലെ തന്നെ നമുക്കിത് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സില്ലേ, അതുപോലെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അത് നമ്മൾ കാണിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈസിനൊക്കെ ഒന്ന് നമ്മുടെ ഔട്ട്ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ള ബേസിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ കോഡ്സും ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന പോലെ നമുക്കിതിൻ്റെ പുറത്തൊരു ടാപ്പ് ഒട്ടിച്ച് അത് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബേസിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കോഡ്സും ഒക്കെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മുടെ വാൾ ഡെക്കോർ സെറ്റായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് വാൾ ഡെക്കോർ ആയോ ഇല്ലെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്